ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ മഹിപാൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇത് ഏകദേശം നമ്മുടെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അധികം ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത്. ഇവിടെ നമുക്ക് ബട്ട്ല ഹൗസ് പോലെയും ജമാ മസ്ജിദിൻ്റെ അടുത്തുള്ള പോലത്തേനും എല്ലാം വരുന്നൊരു സ്ട്രീറ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അധികം ഇവിടെ ഉന്തുവണ്ടിയിലുള്ള കച്ചവടം തന്നെയാണ് കൂടുതലും. നമ്മുടെ നാട്ടിൽ രാവിലെയൊക്കെ വരുന്ന പോലെ ഇവിടെ ഫുള്ള് അതാണുള്ളത് ഗൈസ്. എയർപോർട്ട് ജീവനക്കാരൻ ആയതുകൊണ്ട് അധികവും ഇവിടെ നോർത്ത് ഈസ്റ്റ് ആ ഒരു ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. ഇതാ നമ്മൾ ഈ കാണുന്നതൊക്കെ സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത കുറേ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾക്കറിയാലോ, സ്വാഭാവികമായിട്ട് ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ സംസാരിക്കാറൊന്നുമില്ല, വെറുതെ കുറച്ച് വീഡിയോസ് എടുത്തിടുക എന്നല്ലാണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നും നമ്മൾ സംസാരിച്ച് ഇൻഫർമേഷൻസ് കൊടുത്താലേ കാര്യമുള്ളൂ എന്നും എനിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത്. ഓക്കെ, ഇപ്പോൾ മൈക്കൊന്നുമില്ല, അപ്പോൾ അതിൻ്റേതായ ഓഡിയോ ക്ലാരിറ്റി കുറവുകൾ ഉണ്ടാവും. നമുക്ക് ഫ്യൂച്ചറിൽ മൈക്കൊക്കെ വാങ്ങി സെറ്റാക്കാം. ഓക്കെ, ഇതേപോലെ ഡൽഹിയിൽ ഞാൻ കുറേ കറങ്ങിയൊരു സ്ഥലമാണ് ബട്ട്ല ഹൗസ്, അതേപോലെ തന്നെ ജമാ മസ്ജിദിൻ്റെ സൈഡൊക്കെ. അവിടെയൊക്കെ മെയിൻലി ഫുഡാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. വില ഭയങ്കര കുറവാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് റേറ്റ് ആയിരിക്കും. നമുക്ക് എത്ര ബാർഗെയിൻ ചെയ്താലും ആ ഒരു റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും ലാസ്റ്റ്. ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയറോപ്ലെയിൻ പോകുന്നത് നമുക്ക് കാണാം. ഇത് നമ്മൾ നേരത്തെ പോയ വഴിയാണ്. നേരത്തെ നമ്മൾ പോയത് ഒരു 5-6 ആ ഒരു സമയമാണ്. 7 ആയപ്പോഴേക്ക് ഫുള്ള് തിരക്കായി.
ഗൈസ് ഇവിടെ കുറേ വെള്ളം കിട്ടാറ് കുറേ ആളുകളുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. കണ്ടിട്ട് നമ്മളെ മണ്ടിമലയിലെ ദേവരാജ മാർക്കറ്റ് പോലെയൊക്കെ ഉണ്ട് ഗൈസ്. നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഗൈസ്. Okay guys, bye.